ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നേന്ത്രപ്പഴം കൊണ്ടുള്ള സ്നാക്കും ബ്രേക്ക്ഫാസ്റ്റും നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള വെറൈറ്റി ജ്യൂസും ഒക്കെയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് 3 റെസിപ്പിയാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ആദ്യത്തെ റെസിപ്പിക്ക് വേണ്ടി 2 നേന്ത്രപ്പഴം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്, എന്നിട്ടൊന്ന് വരഞ്ഞെടുക്കുന്നുണ്ട്. ഇത് നമുക്കൊന്ന് ആവിയിലൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്, ഒന്ന് പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒന്ന് തിളക്കാൻ വേണ്ടി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് ഇത് മാറ്റി കൊടുക്കാം. വെള്ളം തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഈ പഴം വെച്ചിട്ട് പുഴുങ്ങിയെടുക്കാൻ പാടുള്ളൂ. ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഫ്ലെയിമൊക്കെ ഓഫാക്കിയതിന് ശേഷം നമുക്കിത് പുറത്തേക്ക് മാറ്റാം. ചെറുതായിട്ടൊന്ന് ചൂടാറി വരണം കേട്ടോ. ചൂടാറി വന്നിട്ട് വേണം നമ്മളിതൊന്ന് ഉടച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അത് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിലൊരു ഫില്ലിങ്ങിന് ആവശ്യമുണ്ട്. അപ്പോൾ അതിനായിട്ട് ഇതേപോലെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. പിന്നെ 1 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഫ്രഷായിട്ട് ചിരകി എടുത്തിട്ടുള്ള തേങ്ങയാണ്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് അവലൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫില്ലിംഗ് ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതലോ കുറവൊക്കെ എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ശർക്കര പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമ്മൾ വെള്ളത്തിൽ ഉരുക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് തന്നെ മെൽറ്റായി വന്നോളും. ഇതിലേക്ക് എന്താ പറയുക, കല്ലോ അതുപോലെ തന്നെ അഴുക്കോ ഒന്നുമില്ലാത്ത മണ്ണോ ഒന്നുമില്ലാത്ത നല്ല ശർക്കരയാണ് കേട്ടോ. അത് ശർക്കര പൊടി ഇപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇത് വാങ്ങാൻ കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഇത് നിങ്ങൾ ശർക്കരയാണ് എടുക്കുന്നതെങ്കിൽ, ഉണ്ട ശർക്കരയാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതിയാകും ഇത്രയും ഒരു ഫില്ലിങ്ങിലേക്ക്. അപ്പോൾ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാകും. അപ്പോൾ ഞാൻ ഇതിലേക്കൊരു 1.5 ടേബിൾ സ്പൂൺ ശർക്കരപ്പൊടിയാണ് ചേർത്തത്. ആവശ്യത്തിനുള്ള ഏലക്കപ്പൊടി കൂടെ ചേർത്തിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് മെൽറ്റായി വന്ന് ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ നേന്ത്രപ്പഴം ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ തോലൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ഇതേപോലെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇത് മിക്സിയുടെ ജാറിൽ ചെറിയ കഷ്ണങ്ങളാക്കി, ഈ പുഴുങ്ങിയ നേന്ത്രപ്പഴം ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താലും മതിയാകും. അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്താലും മതിയാകും. കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. ഒരുപാട് പഴുത്ത പഴമാണെങ്കിൽ നമുക്കിതുപോലെ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ കുറച്ച് പഴുപ്പ് കുറഞ്ഞ പഴം ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാൻ വേണ്ടി എടുക്കാൻ ശ്രദ്ധിക്കണേ. ഇനി ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അരിപ്പൊടി കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്കിത് കുഴഞ്ഞു കിട്ടും. ഈ നേന്ത്രപ്പഴം പുഴുങ്ങിയതിലുള്ള ആ നനവ് കൊണ്ട് പെട്ടെന്ന് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ അത്യാവശ്യം നല്ല രീതിയിലൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനിയിപ്പോൾ നമ്മുടെ ഫില്ലിങ്ങും ഇവിടെ ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ നിന്ന് ആവശ്യത്തിനുള്ളൊരു ബോൾസ് ആയിട്ട് ഉരുട്ടിയെടുക്കാം. കയ്യിലൊരല്പം ഓയിലാണ് ആക്കി കൊടുക്കുന്നത്. ഇതിന് പകരം വെളിച്ചെണ്ണയും യൂസ് ചെയ്യാം. അപ്പോൾ കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. പരത്തി കൊടുത്തതിന് ശേഷം സിമ്പിളായിട്ട് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. പരത്തിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഫില്ലിങ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. നമുക്ക് ഈ ഒരു ഷേപ്പിലാണ് ഞാൻ റെഡിയാക്കി എടുക്കുന്നത്. ഒരു ഉന്നക്കായുടെ ഷേപ്പല്ല, ഉന്നക്കായുടെ ഷേപ്പ് കുറച്ചുകൂടി നല്ലൊരു ഷേപ്പിലായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ കയ്യിൽ വെച്ച് ഇങ്ങനെയൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ അവലും ഇതൊന്നും നേന്ത്രപ്പഴം ഒക്കെ കഴിക്കാത്ത കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇതിങ്ങനെ ചെയ്ത് കൊടുത്താൽ നല്ല അടിപൊളിയായിട്ട് അവർ കഴിക്കും. അപ്പോൾ എനിക്കൊരു 2 നേന്ത്രപ്പഴം കൊണ്ട് ഒരു 6 സ്നാക്കാണ് കിട്ടിയത്. കുറച്ച് ഫില്ലിംഗ് കൂടെ ബാക്കി വന്നിട്ടുണ്ട്. അത് നമുക്ക് വേറെ റെസിപ്പിക്ക് ആവശ്യമുണ്ട്. അതവിടെ മാറ്റി വയ്ക്കാം. ആ ഫില്ലിങ് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു ചീനച്ചട്ടി വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 വീതം ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഒരല്പം കുറച്ച് വെച്ചാൽ മതി. എണ്ണ നന്നായി ചൂടായതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അത് ഈ ഒരു കളറാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ ഇതെല്ലാം ഓൾറെഡി വെന്തതാണ്. പിന്നെ ജസ്റ്റ് ആ പുറം ഭാഗം ഒന്ന് ആയി കിട്ടാൻ വേണ്ടി മാത്രം നമ്മൾ എണ്ണയിലൊന്ന് റെഡിയാക്കി എടുത്തതാണ്. ഈ ഒരു കളറായാൽ മതി. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടുത്ത റെസിപ്പി ഏതാണെന്ന് നോക്കാം. ഞാൻ ഇതേപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പിൽ 1.5 കപ്പാണ്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ട് ഇവിടെ മാറ്റി വയ്ക്കാം.
അപ്പോൾ ഞാൻ ഇതിലേക്ക് എടുക്കുന്നത് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് പഴം എടുക്കുമ്പോൾ കുറച്ച് പഴുത്ത പഴം എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇത് ആ പഴം നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വെള്ളമോ പാലോ ഒന്നും ചേർക്കണ്ട. പഴം തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്താൽ നന്നായിട്ട് അരഞ്ഞ് കിട്ടിക്കോളും. അപ്പോൾ ആ അരച്ചെടുത്ത പഴത്തിനെ നമുക്ക് ഈ മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു പഴം നമ്മുടെ ഈ ഒരു മാവിലേക്ക് പാകാവില്ല. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് കുഴച്ചെടുക്കാം. നിങ്ങൾക്ക് പഴം മാത്രം ചേർത്തിട്ട് കുഴച്ചെടുക്കാനാണെങ്കിൽ ഒരു 1.5 പഴമൊക്കെ എടുക്കേണ്ടി വരും കേട്ടോ. പഴം മാത്രം മതിയെങ്കിൽ ഒരു 1.5 പഴമൊക്കെ എടുത്താൽ കറക്റ്റ് ഈ 1.5 കപ്പ് ഗോതമ്പ് പൊടിയിലേക്ക് കറക്റ്റ് പാകമായി വന്നോളൂ. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം നമ്മൾ ചപ്പാത്തി മാവിന് കുഴക്കുന്ന പോലെ തന്നെ കുറച്ച് ഒഴിച്ചിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം. സാധാരണ നോർമൽ പച്ചവെള്ളമാണ് എടുത്തിട്ടുള്ളത്. നോർമൽ വാട്ടർ അത് എടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിലേക്ക് ഒരല്പം ഓയിൽ കൂടെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. ആക്കിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഓയിൽ വേണ്ടാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. വേണ്ട നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്കിത് കുഴച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. നമ്മൾ നേന്ത്രപ്പഴം കൊണ്ടുള്ള ചപ്പാത്തിയാണ് തയ്യാറാക്കുന്നത്. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള ബോൾസായിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കണം. എത്ര വലിപ്പം വേണം അതിനനുസരിച്ച് നമുക്കൊന്ന് ബോൾസാക്കി എടുക്കാം. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. കുറച്ചൊരു ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് നേന്ത്രപ്പഴം ചേർത്തിട്ടുള്ള ഒരു അടിപൊളി ചപ്പാത്തി നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. കണ്ടോ, ഈ ഒരു കനത്തിലാണ് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഒരെണ്ണം കൂടി പരത്തുന്നത് ഞാൻ കാണിച്ചു തരാം. ഒരുപാട് പൊടിയൊന്നും ഇടേണ്ട ആവശ്യമില്ല. കുറച്ച് പൊടി ഇട്ടിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ സ്പീഡിൽ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. ഇതേപോലെ എല്ലാതും നമുക്ക് റെഡിയാക്കിയതിന് ശേഷം ചുട്ടെടുക്കാം. അപ്പോൾ ഇതേപോലെ ഒരു തവ വെച്ചതിന് ശേഷം നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമ്മളിതൊന്ന് ചപ്പാത്തി ചുട്ടെടുക്കണം. ഏത് ചപ്പാത്തിയാണെങ്കിലും നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചുട്ടെടുക്കാനായിട്ട്. അപ്പോൾ നല്ല സ്മൂത്തായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി തന്നെ കിട്ടും. ഇപ്പോൾ ഇടക്കും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തിരിച്ചു മറിച്ചിട്ട് സാധാരണ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്നത് പോലെ തന്നെ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ ചപ്പാത്തി നല്ല സോഫ്റ്റും ആയിരിക്കും, നല്ല ടേസ്റ്റും ആയിരിക്കും. ഒരു ചായയോടൊപ്പമൊക്കെ നമുക്കിത് വെറുതെ കഴിക്കാനും പറ്റും, കറി കൂട്ടി കഴിക്കാനും പറ്റും. അപ്പോൾ നല്ല ടേസ്റ്റിയായ നല്ല ഹെൽത്തി ആയിട്ടുള്ള നേന്ത്രപ്പഴം കഴിക്കാത്ത കുട്ടികൾക്കും എല്ലാം കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് കൂടിയാണ്. അപ്പോൾ ഇതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നമ്മൾ ആദ്യം ഉണ്ടാക്കുന്ന ചപ്പാത്തി ഒന്ന് ആയി വരാനായിട്ട് കുറച്ച് സമയം എടുക്കും. പിന്നെയുള്ള ചപ്പാത്തികൾ പെട്ടെന്ന് റെഡി ആയി കിട്ടും. അപ്പോൾ ഏതൊരു ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴും അങ്ങനെ തന്നെയായിരിക്കും. നിങ്ങൾക്ക് ഞാൻ ആദ്യം എണ്ണ ഇടാതെയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് എണ്ണയോ നെയ്യോ വേണമെങ്കിൽ നമുക്ക് കുറച്ചൊന്ന് ആക്കി കൊടുക്കാം. ഞാൻ ഈ ഒരെണ്ണം മാത്രമേ ഉള്ളൂ ഞാൻ എണ്ണയിൽ കാണിച്ചു തരുന്നത്. ബാക്കിയെല്ലാം ഞാൻ എണ്ണ ഇടാതെ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ എണ്ണയോ നെയ്യോ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതാ നമ്മുടെ ചപ്പാത്തിയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി ചപ്പാത്തിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നോക്കാം, കണ്ടോ നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. അടുത്തത് നമ്മുടെ റെസിപ്പി ജ്യൂസാണ്. അതിനിടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഈ ജ്യൂസിന് അത്യാവശ്യം നല്ല പഴുത്ത പഴമാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ പഴുത്ത പഴമുണ്ടെങ്കിൽ അതെടുക്കാൻ ശ്രദ്ധിക്കൊണ്ടു. അപ്പോൾ പഴം ഒന്ന് കട്ട് ചെയ്ത് ഇതിലേക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ പഞ്ചസാരയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസാണ്. ഇതിലേക്ക് ഞാൻ തിളപ്പിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുള്ള പാലാണ്. ഈ ഒരു പാത്രത്തിൽ 1/2 ലിറ്റർ പാലും ഉള്ളൂ. ഞാനൊരു 1.5 കപ്പ് പാലിലാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. 250 ml കപ്പിൽ 1.5 കപ്പാണ് ഇതിലേക്ക് പാല് ആവശ്യമായി വന്നിട്ടുള്ളത്. അപ്പം നമ്മളിവിടെ നേരത്തെ മാറ്റി വെച്ചിരുന്ന ഫില്ലിംഗ് ആണ് ഇതിലേക്ക് ഞാൻ ജ്യൂസിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അതാ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള കുറച്ച് പാൽ കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് കറക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് കുറച്ച് തിക്കിനാണ് ഈ ജ്യൂസ് ഇരിക്കുന്നത്. കുറച്ച് ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1/2 ലിറ്റർ പാലും ചേർത്ത് കൊടുക്കാം.
അപ്പോൾ ഞാനിത് സെർവ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് മുകളിൽ ഒരല്പം ഗാർണിഷിനായിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ 3 റെസിപ്പിയും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. പിന്നെ നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ കൂടിയുണ്ട്, അതുകൂടി ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത് ഇതേപോലെ ഒരു ടീഷർട്ടാണ്, ഗേൾസിൻ്റെ ഒരു ടീഷർട്ടാണ്. അപ്പോൾ ഇത് ഫുൾ സ്ലീവായിട്ടുള്ളതാണ്. ഇതിൻ്റെ വിലയും ഇതിൻ്റെ സൈസ് XL ആണ്. അതെല്ലാം ഞാനിവിടെ മോളിൽ കൊടുക്കുന്നതാണ്. നല്ല അടിപൊളി ക്ലോത്താണ് കേട്ടോ. നല്ല കണ്ടോ, കൈയുടെ ഷോൾഡറിൻ്റെ അവിടെയൊക്കെ ഒരു ഫ്ലീറ്റ് വന്നിട്ടുണ്ട്, കയ്യിൽ ഇങ്ങനെ ഒരു ബട്ടൺസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കൈയുടെ കുറച്ച് ഭാഗം കുറച്ച് ടൈറ്റായിട്ടാണ്. നല്ലൊരു അടിപൊളി മെറ്റീരിയലാണ്. എനിക്കിത് ഒരുപാട് ഇഷ്ടമായി. ആമസോണിൽ ഇപ്പോൾ റിപ്പബ്ലിക് ഡേയുടെ അനുബന്ധിച്ച് ഒരുപാട് ഓഫറുണ്ട് കേട്ടോ. അതിൻ്റെ ഭാഗമായിട്ട് ആണ് ഇത്രയും ഓഫറൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ അടുത്തത് വാങ്ങിയിട്ടുള്ള ചെരുപ്പാണ്. നല്ലൊരു അടിപൊളി കമ്പനിയുടെ ചെരുപ്പാണ് കേട്ടോ. നല്ല അടിപൊളി കമ്പനി എന്ന് പറഞ്ഞാൽ നല്ലൊരു ചെരുപ്പാണ്. ഇതിനു മുമ്പ് ഞാൻ ഇങ്ങനത്തത് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി, ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ചെരുപ്പാണ്. അപ്പോൾ ഞാൻ വീണ്ടും ഒരെണ്ണം കൂടി ഞാനിതുപോലെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആ ഒരു വാറൊക്കെ നല്ലതാണ്, കണ്ടോ, നല്ല കട്ടിയുണ്ട്, നല്ല സൈഡൊക്കെ നല്ല സ്മൂത്താണ്, ഗ്രിപ്പുള്ളതാണ്. പിന്നെ ഞാൻ മൂന്നാമത് വാങ്ങിയിട്ടുള്ളത് ഇതുപോലെ ഒരു ബാഗാണ് കേട്ടോ. ഇതിപ്പോൾ 2 വീലറിലോ ഒക്കെ പോകുന്നവർക്കൊക്കെ ഫോണോ അതുപോലെ തന്നെ പൈസ, ബാഗ്, അതുപോലെ കാർഡൊക്കെ ഇടാൻ പറ്റിയത്, കഴുത്തിൽ കൂടി ഇങ്ങനെ തോളിലായിട്ടൊക്കെ ഇങ്ങനെ ഇടുന്ന ഒരു ബാഗാണിത്. അത് വലിപ്പം കൂട്ടവും കുറക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് ഗേൾസിനും ബോയ്സിനും ഒക്കെ ഉപയോഗിക്കാം. ഞാൻ ഇത് മോൾക്ക് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളതാണ്. പിന്നെ എടുത്തിട്ടുള്ളത് ഇതേപോലെ ഒരു ടോപ്പാണ് കേട്ടോ. ഇത് അതിൻ്റെ കഴുത്തിന് ഇങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതേപോലെ നടുഭാഗത്തായിട്ട് ഒരു കെട്ടും വന്നിട്ടുണ്ട്. ഒരു അമ്പർല കെട്ട് ടോപ്പാണ് കേട്ടോ. ഇത് ഫുള്ളായിട്ട് കിടക്കും, പാൻറ്റും അടിയിലിടാം. നല്ലൊരു അമ്പർല കട്ടായിട്ടുള്ള നല്ലൊരു അടിപൊളി കളറാണ്, നല്ല ക്ലോത്താണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വീഡിയോ. എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം, അഭിപ്രായം അറിയിക്കണം, ലൈക്കും ചെയ്യണം. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കാണുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.